ബി.ജെ.പിക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ എന്തായിരിക്കും പ്ലാൻ ബി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് അമിത്ഷാ. ബി.ജെ.പിക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നാണ് അമിത്ഷാ പറയുന്നത്. അതുകൊണ്ട് പ്ലാൻ ബിയുടെ ആവശ്യമുണ്ടാകില്ലെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. 272 സീറ്റിൽ താഴെ ബി.ജെ.പി നേടാൻ യാതൊരു സാധ്യതയുമില്ല. ഉറപ്പായും ഭൂരിപക്ഷം നേടും. അത്തരം സാധ്യതകൾ ഒന്നും തന്നെയില്ല. കാരണം സർക്കാരിന്റെ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ 60 കോടി വരുന്ന വലിയൊരു സൈന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുണ്ട് എന്നാണ് ഷാ പറയുന്നത്. അവർക്ക് പ്രായമോ ജാതിയോ ഒന്നുമില്ല. സർക്കാരിന്റെ പദ്ധതികളുടെ ഗുണഫലങ്ങൾ ലഭിച്ചവർക്ക് നരേന്ദ്രമോദി ആരാണെന്നറിയാം. എന്തുകൊണ്ട് 400 സീറ്റ് നേടണമെന്നും അവർക്കറിയാമെന്നും അമിത്ഷാ പറയുന്നുണ്ട്. ബി.ജെ.പിയുടെ പ്ലാൻ എ തന്നെ വിജയിച്ചിരിക്കുകയാണ്. പ്ലാൻ എക്ക് 60% താഴെ മാത്രം വിജയസാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും ഷാ പറയുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗം OBC സംവരണങ്ങളെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നയാളാണ് മോദി. ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ കോൺഗ്രസ് പ്രചരണം വിജയിക്കില്ല. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക എന്നീ സംസ്ഥാനങ്ങളെല്ലാം ചേർത്താൽ സീറ്റുകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ പാർട്ടി ബി.ജെ.പി ആയിരിക്കുമെന്നും അമിത്ഷാ പ്രവചിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരാൾ ഇതൊരു പ്രത്യേക രാജ്യമാണെന്ന് പറഞ്ഞാൽ അത് തീർത്തും എതിർക്കേണ്ട കാര്യമാണ്. രാജ്യം ഒരിക്കലും വിഭജിക്കപ്പെടില്ല. കോൺഗ്രസിലെ ഉന്നതനായ നേതാവ് ഉത്തരേന്ത്യയെയും ദക്ഷിണേന്ത്യയെയും വിഭജിക്കുന്ന കാര്യം സംസാരിച്ചു. കോൺഗ്രസ് അതിനെ നിഷേധിക്കുകയോ ആ പരാമർശത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്തില്ലെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളാണ് കോൺഗ്രസിന്റെ അജണ്ടയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കൂടി ലഭിക്കുന്ന സീറ്റുകൾ ചേരുമ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിൽ മാറുമെന്നും അമിത്ഷാ വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ സ്ഥിരത കൊണ്ടുവരാൻ 400 സീറ്റിൽ അധികം ആവശ്യമാണ്. ബി.ജെ.പിക്ക് ഭരണഘടന മാറ്റാനാണെങ്കിൽ നേരത്തെ സാധിക്കുമായിരുന്നു. നേരത്തെ തന്നെ ഭൂരിപക്ഷം ഒപ്പമുണ്ടായിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു വെക്കുന്നു. 400 സീറ്റ് ലോക്സഭയിൽ ലഭിച്ചാൽ നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കാനാകും. ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റാനാകും. അതിലൂടെ പാവപ്പെട്ടവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും അമിത്ഷാ പറയുന്നുണ്ട്. അതേസമയം നരേന്ദ്രമോദിക്ക് ശേഷം താൻ പ്രധാനമന്ത്രിയാകുമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ വാദം ഒരിക്കൽ അമിത്ഷാ തള്ളിയിരുന്നു. പ്രധാനമന്ത്രി മോദി ഈ ഭരണകാലം പൂർത്തിയാക്കാൻ പോകുകയാണ് എന്നും ഭാവിയിലും മോദി തന്നെ രാജ്യത്തെ നയിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ബി.ജെ.പിയുടെ ഭരണഘടനയിൽ 75 വയസ്സിന് ശേഷം വിരമിക്കണമെന്ന് പരാമർശിച്ചിട്ടില്ലെന്നും അമിത്ഷാ ഒരിക്കൽ പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മോദിയെ മാറ്റി അമിത്ഷായെ നിയമിക്കാനാണ് ബി.ജെ.പിയുടെ പദ്ധതികളെന്ന് ആരോപിച്ച് കെജ്രിവാൾ ഒരിക്കൽ രംഗത്ത് വന്നിരുന്നു. ഇതിനു മറുപടിയായാണ് ആഭ്യന്തരമന്ത്രിയുടെ ഈ പരാമർശം. സത്യത്തിൽ ബി.ജെ.പി കനത്ത പ്രതീക്ഷയിൽ തന്നെയാണ്. ബി.ജെ.പി തന്നെ വിജയിക്കുമെന്നവർ ആണയിട്ട് പറയുന്നുമുണ്ട്. എന്നാൽ കോൺഗ്രസ് ജയിക്കുമെന്ന ഭയവും ബി.ജെ.പിയെ ചെറുതായി അലട്ടുന്നുണ്ട്.